ഷിർക്ക് അത്രയും മാരകമാണ്. അതുകൊണ്ടാണ് കടുത്ത പാപമായി അള്ളാഹു നിശ്ചയിച്ചത്. അതിൽ പെട്ടവൻ എട്ടുകാലി വലയിലാണ് കുടുങ്ങുന്നത്. എട്ടുകാലി വല പോലെയാണേനും ഉപകാരമില്ലേനും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രവൃത്തിയെക്കുറിച്ച് അള്ളാഹു താല ഉപമിച്ചത് തന്നെ എന്തിനോടാ? കബൈത്തിൽ അൻകബൂത്ത്, എട്ടുകാലി വല പോലെ. രക്ഷപ്പെടാൻ കുറച്ച് പാടാണ് അതിൽ. അതങ്ങനെ പെനഞ്ഞ് അതിൽ കിടക്കും. ആ വിധത്തിലാണ്. അപ്പൊ ഇവൾക്ക് അതായിരുന്നു തകരാറ്. അതുകൊണ്ട് വേറൊന്നും ചിന്തിച്ചില്ല. ആ വഴി അതന്നെ റൂട്ട്, അതന്നെ ശരി തന്നെ അങ്ങനെ പോയി. പിന്നെയോ അടുത്ത കാരണം പറയുന്നു, നോക്കൂ, അതും പ്രധാനമാണ്. ഇന്നഹാ കാനത്ത്, നിശ്ചയമായും അവളായി തീർന്നിരുന്നു, മിൻ ഖൗമിൻ കാഫിരീൻ, കാഫിറുകളായ ജനതയിലാണ് അവൾ താമസിച്ചിരുന്നത്. അതും മനുഷ്യനെ സ്വാധീനിക്കും. താമസിക്കുന്ന ബീഅത്ത്, താമസിക്കുന്ന ചുറ്റുപാട് മനുഷ്യനിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ ഉറ്റ ചങ്ങാതി ആരാണോ അവന്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് ഫൽയൻദുർ, ഓരോരുത്തരും നല്ലോണം ആലോചിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു പറഞ്ഞത്. മിമ്മൻ യുഖാലിൽ, ആരോടാണ് ചങ്ങാത്തം കൂടുന്നത് നല്ലോണം ആലോചിച്ചിട്ട് മതി. നല്ലവരോട് കൂട്ടുചേരാനും നല്ലവരോട് ചങ്ങാത്തം സ്ഥാപിക്കാനും ഖുർആൻ പറഞ്ഞു. ദേഹേച്ഛകളെയും തോന്നിവാസങ്ങളെയും പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ അവരെയല്ല നീ ചങ്ങാതിയാക്കി മാറ്റേണ്ടത്, അവരോടൊപ്പമല്ല നിന്റെ മനസ്സിനെ നീ കെട്ടിയിടേണ്ടത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇന്നും നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിൽ പ്രത്യേകം അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുതാ. എന്താ അതിൽ പറയുന്നത്? നീ നിന്റെ മനസ്സിനെ കെട്ടിയിടണം. ക്ഷമയോടെ നീ നിന്നെ പിടിച്ചു നിർത്തേണ്ടത് ആരുടെ കൂടെയാണ്? പ്രഭാത പ്രദോഷങ്ങളിൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂടെയാണ് നിന്റെ മനസ്സ് കെട്ടിയിടേണ്ടത്. അവർ പാവങ്ങളായിരിക്കും എന്നാലും. അതേ അവസരത്തിൽ നിന്റെ ഹൃദയം ഒരിക്കലും അപ്പുറത്തുള്ള ആളുകൾ ശിർക്കും ബിദ്അത്തും തോന്നിവാസങ്ങളുമൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണല്ലോ ആൾബലം, അവർക്കാണല്ലോ എല്ലാവിധത്തിലുള്ള സ്വാധീനവുമുള്ളത്, അവരുടെ കയ്യിലാണല്ലോ ദുന്യാവുള്ളത് എന്നൊക്കെ വിചാരിച്ചിട്ട് നീ അവരുടെ കൂടെ കൂടാൻ പോകണ്ട. അവരുടെ കൂടെ കൂടി പോകരുത്. കാരണം അവരുടെ ഹൃദയങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള ദിക്റില്ല. വത്തബഅ ഹവാഹു, അവന്റെ ദീൻ എന്താണ്? അവന്റെ ഹവയാണ്, അവന്റെ തോന്നിവാസം, ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അവന് പ്രമാണം അവൻ നോക്കൂല. വകാന അംറുഹു ഫുറുതാ, അവന്റെ കാര്യങ്ങളൊക്കെ വളരെ വീഴ്ച വരുത്തുന്നവനാണവൻ. ആ രൂപത്തിലാണവൻ. അങ്ങനെയുള്ള ആളുകളുടെ, തെമ്മാടികളുടെ കൂടെ നീ ചേരരുത്. നല്ലവണ്ണം ആലോചിക്കണം എന്ന് നബി തങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. നല്ലവരോടെ കൂട്ടുചേരാവൂ. ചാരിയാൽ ചാരിയത് മണക്കും എന്നാണ് തത്വം. എന്തിനോടാണോ ചാരി നിൽക്കുന്നത് ആ സ്വഭാവമുണ്ടാകും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം നാറും എന്നാണ്. അതുകൊണ്ട് എവിടെ ചാരി നിൽക്കുന്നു, ആരോടൊട്ടി നിൽക്കുന്നു, ആരുമായി സൗഹാർദ്ദത്തിനൊരുങ്ങുന്നു, ആരുമായി ചങ്ങാത്തം കൂടുന്നു, എല്ലാവരും മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണത്. ആരോടാണ് നമ്മൾ കൂട്ടുകൂടുന്നത്, ആരോടാണ് നമ്മുടെ മക്കൾ കൂട്ടുകൂടുന്നത്, അവരാരൊക്കെ, എവിടെയൊക്കെ, ഏതൊക്കെ ബന്ധങ്ങൾ. ഇന്ന് ആളുകളെ മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് നോക്കിയാൽ കാണാത്ത ലോകമാണ്, സോഷ്യൽ മീഡിയയാണ്. ഇരുന്നിങ്ങനെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ആരാ അപ്പുറത്ത് നമുക്ക് മനസ്സിലാവില്ലോ. കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ്. അപ്പൊ